ഫ്രഷ് കട്ട് സമരത്തിനെതിരായ പോലീസ് നടപടി ജനകീയ സമരം അടിച്ചമർത്താനാണെന്ന് സമരസമിതി അംഗങ്ങൾ. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കിയെന്ന യതീഷ് ചന്ദ്രയുടെ നിലപാട് പച്ചക്കള്ളമാണെന്നും സമരക്കാർ പറഞ്ഞു. പോലീസ് നിലപാടിനെതിരെ കോൺഗ്രസും ലീഗും രംഗത്തെത്തി. അതേസമയം ഛിദ്രശക്തികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മന്ത്രി എം പി രാജേഷ് ആരോപിച്ചു. ഫ്രഷ് കട്ടിനെതിരായ സമരം അടിച്ചമർത്താനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് പോലീസ് നടപടിയെന്നാണ് സമരസമിതി അംഗങ്ങളും നാട്ടുകാരും ആരോപിക്കുന്നത്. 6 വർഷമായി സമാധാനപരമായാണ് സമരം നടന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഇത് ആസൂത്രണ പരിപാടി അല്ല, അത് സമാധാനപരമായിട്ട് ഒരു പരിപാടിയാണ് വെച്ചത്. അപ്പോൾ ആക്രമണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ കൂടെ കളിക്കുന്നത് എന്താണെന്ന് അറിയില്ല, പക്ഷെ അവർ ചെയ്യുന്നതാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊരു അന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ സമരം ചെയ്യുന്ന കൂട്ടത്തിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവരിതിന്റെ ദുരിതം പേറുന്ന ആളുകളാണ്. അതിനെ മനുഷ്യ കവചമാക്കി എന്ന് പറയുന്ന യതീഷ് ചന്ദ്രയുടെ നിലപാട് തിരുത്തും ബാലിശമാണ്. പോലീസ് നടപടി അതിരുകടന്നാണെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. ഇന്നലെ ഉണ്ടായ അതിക്രമം, ഇന്നലെ പോലീസ് നരനായാട്ടാണ്. സമരക്കാരെ പോലീസ് നേരിട്ട രീതി കടുത്ത അനീതിയും പ്രതിഷേധാർഹവുമാണ്, കാടത്തമാണത്. മുസ്ലിം ലീഗും പോലീസ് നടപടിയെ വിമർശിച്ച് രംഗത്തെത്തി. അതേസമയം പോലീസ് നടപടിയെ ന്യായീകരിക്കുകയാണ് സർക്കാർ. നിയമപരമായ പ്രതിഷേധമല്ല ഇന്നലെ അവിടെ നടന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. അവിടെ പോയിട്ട് അക്രമം നടത്തി, പോലീസിനെ ആക്രമിച്ചു, തീയിട്ട് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ ജനകീയ പ്രതിഷേധമല്ല. ചില ഛിദ്രശക്തികൾ ജനകീയ പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ. സമരസമിതി ഹൈജാക്ക് ചെയ്ത ചിലരാണ് ഇന്നലെ ആക്രമണം നടത്തിയ നിലപാടിലാണ് CPM നേതൃത്വമുള്ളത്. മീഡിയ 1 കോഴിക്കോട്.